കഴിഞ്ഞ ഈ മെയ് മാസം 2-ാം തീയതി പുറത്തിറങ്ങിയ കാസർകോട്ടെ ലേറ്റസ്റ്റ് കൊട്ടോടി ജമാ മസ്ജിദിലെ ഖത്തീബ് മുഹമ്മദ് സഖാഫി തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിലാണ് കർണാടക മുഖ്യമന്ത്രി യെദ്യൂരപ്പയുടെ സാന്നിധ്യത്തിൽ ബിജെപിയുടെ മെമ്പർഷിപ്പ് സ്വീകരിച്ചത്. ഇതിന് പറയുന്നു, ഇതിനെതിരെ സംഘടനാ തലത്തിൽ സഖാഫിയെ ഫോണിൽ വെച്ച് ശാസിച്ചിരുന്നു. സംസ്ഥാനം ഭരിക്കുന്ന കർണാടകയിലെ ബിജെപി സർക്കാർ സഖാഫിക്ക് ന്യൂനപക്ഷത്തിന്റെ ആനുകൂല്യം നൽകാമെന്ന വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ബിജെപിയിൽ ചേർന്നതെന്ന് പറയുന്നു. കർണാടകയിലെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് ബിജെപി മാത്രമാണുള്ളതെന്നും മുസ്ലിങ്ങൾ ബിജെപിയിൽ അണിനിരക്കണമെന്നും സഖാഫി പള്ളിയിൽ നടത്തിയ പ്രസംഗത്തിനെതിരെ മഹല്ല് കമ്മിറ്റി പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. അയാൾ പള്ളിയിൽ പ്രസംഗിക്കുക ബിജെപിയിൽ ചേരണമെന്ന് പറഞ്ഞു. മുസ്ലിം സമൂഹത്തിന്റെ പൊതുവായ കാര്യങ്ങൾ എപ്പോഴും മാറിയെന്ന ചരിത്രം. ഇപ്പൊ ലക്ഷദ്വീപിൽ നോക്കും നിങ്ങൾ, ബിജെപിയുടെ കൂടെ നിന്ന് അവിടെ PM സയ്യിദ് സാഹിബ് തോറ്റപ്പോ അത്ഭുതകരമായ സംഭവം ഉണ്ടായി. ആ തെരഞ്ഞെടുപ്പിന്റെ ശേഷം 2004 തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ സന്ദർശനം നടത്താൻ അവസരമുണ്ടായപ്പോഴത്തെ പ്രവർത്തകർ പറഞ്ഞത്, മഹാനായ PM സയ്യിദ് സാഹിബ് എപ്പോഴും ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമായുമായി അടുത്ത ബന്ധമുള്ള ആളായിരുന്നു. ഷെയ്ഖുനായുടെ ഒരു മുരീദിനെ പോലെ ശിഷ്യനായി അദ്ദേഹം ജീവിച്ചു. ആ ബഹുമാനപ്പെട്ട PM സയ്യിദ് സാഹിബ് മത്സരിക്കുമ്പോ പൂക്കുഞ്ഞിക്കോയ എതിർ സ്ഥാനാർത്ഥിയായി. ഈ ഗാന്ധവന വിഭാഗത്തിന്റെ ആളുകൾ മുഴുവൻ പൂക്കുഞ്ഞിക്കോയുടെ കൂടെ കൂടി. അവസാനം സയ്യിദ് സാഹിബ് ചരിത്രത്തിൽ ആദ്യമായി 71 വോട്ടിന് പരാജയപ്പെട്ടു. 71 വോട്ടിന് അയാൾ പരാജയപ്പെട്ടപ്പോൾ പരസ്യമായി മുദ്രാവാക്യം വിളിച്ചു, എവിടെ ശംസുലമയുടെ കറാമത്ത്? ആരാ ശംസുലമ? ശംസുലമ കറാമത്തുണ്ടെങ്കിൽ കാണട്ടെ. പരസ്യമായി മുദ്രാവാക്യം വിളിച്ചു. ശംസുലമക്ക് കറാമത്തുണ്ടെങ്കിൽ കാണട്ടെ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു. ഒരാഴ്ച കഴിഞ്ഞില്ല, ശംസുലമയുടെ കറാമത്ത് കാണിച്ചു കൊടുത്തു. ഇന്ത്യ മഹാരാജ്യത്ത് വിജയിച്ച ഒരുപാട് കോൺഗ്രസ് എംപിമാരുണ്ടായിട്ടും സോണിയാഗാന്ധി നേരിട്ട് ബഹുമാന്യനായ സയ്യിദ് സാഹിബിനെ കേന്ദ്രത്തിലേക്ക് വിളിച്ചുകൊണ്ടുപോയി തോറ്റ സയ്യിദ് സാഹിബിനെ ക്യാബിനറ്റ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യിച്ചു. SK സഭയുടെ കുട്ടികൾ പ്രകടനം നടത്തി ചോദിച്ചു, ശംസുലമക്ക് കറാമത്തുണ്ടോ? മുണ്ടിയില കൗമ എവിടെ കറാമത്തെന്ന് കാണിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ മഹത്തുക്കളായ വലിയകളുടെ പ്രവർത്തനം അതാണ്. ഇക്കഴിഞ്ഞ അന്തമാനിലെ തെരഞ്ഞെടുപ്പിൽ അവരെന്താ ചെയ്തത്? ബിജെപിക്കല്ലേ സപ്പോർട്ട് ചെയ്തത്? മുസ്ലിം സമൂഹത്തിന്റെ പൊതുധാര ഇന്ന് മാറുന്ന ചരിത്രമല്ലേ നിങ്ങൾക്കുള്ളത്? കമ്മ്യൂണിസത്തെ കുറിച്ചുള്ള പൊതു താല്പര്യം എന്താ? കമ്മ്യൂണിസ്റ്റുകാരെന്നെ പറയട്ടെ. 2004 നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആഘോഷിച്ചു കഴിഞ്ഞപ്പോ VS അച്യുതാനന്ദന്റെ ചിന്താ വാരികയിലെ ഒരു ചോദ്യത്തിന്റെ മറുപടി ഉണ്ട്. VS അച്യുതാനന്ദനോട് ചോദിച്ചു, മഞ്ചേരി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മതമൗലികവാദികളെ കൂട്ടുപിടിച്ചല്ലേ ജയം? അതിന് ചിന്താ വാരികയിൽ 2004 ജൂൺ 4-ന് VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഇന്നത്തെ കേരള മുഖ്യമന്ത്രി, നാളെ മുഖ്യമന്ത്രിയാവുമെന്ന് ഉറപ്പില്ല, ഇന്നത്തെ കേരള മുഖ്യമന്ത്രി കൊടുത്ത മറുപടി എന്താ? ഏതു മാർക്സിസ്റ്റ് പാർട്ടിയും ആധാരമാക്കുന്ന ദർശനം വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ്. ഈശ്വരൻ ഇല്ലാത്തത് കൊണ്ട് വ്യക്തിക്ക് ഈശ്വര വിശ്വാസം ആവശ്യമില്ല എന്നാണ് ആ ദർശനത്തിന്റെ കണ്ടെത്തൽ. അതിനുവേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത്. അതിനാൽ അതിലെ അംഗങ്ങൾ മതവിശ്വാസികളാകരുത്. അതിനർത്ഥം മതവിശ്വാസമുള്ളവർ ആരും പാർട്ടിയിൽ അംഗമായി കൂടാ എന്നല്ല. ചൂഷണത്തെ സമരം ചെയ്ത് ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് മതവിശ്വാസിയെയും പാർട്ടി അംഗമാക്കാം എന്ന് ലെനിൻ പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് ദൈവവിശ്വാസത്തിന്റെ നിരർത്ഥകത പാർട്ടി അവരെ ബോധ്യപ്പെടുത്തും. അതിന് അവരെ നിരീശ്വരവാദികളാക്കാനുള്ള പ്രചരണം നടത്തും. ആർക്കും ചേരാം, പിന്നീട് അവരെ നിരീശ്വരവാദിയാക്കാനുള്ള പ്രചരണം നടത്തും. ഇതാണ് VS അച്യുതാനന്ദൻ ചിന്താവാരികയിൽ കമ്മ്യൂണിസത്തിനെ കുറിച്ചുള്ള വ്യക്തമായ മറുപടി എഴുതിയത്. 1984 നിങ്ങൾ സമസ്തക്കകത്ത് നിൽക്കുമ്പോ ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് ഈ 25ന്റെ സുന്നി വോയിസിൽ 84 എഴുതി, കമ്മ്യൂണിസം ചത്ത നായയാണ് എന്നെഴുതി. ആ പദത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, എങ്കിലും നിങ്ങൾ കമ്മ്യൂണിസത്തെ കുറിച്ച് അങ്ങനെ എഴുതി. 1985 സെപ്റ്റംബർ 6-ന് പുറത്തിറങ്ങിയ സുന്നി വോയിസിൽ നിങ്ങൾ എഴുതി, കമ്മ്യൂണിസത്തോട് ഒരു മുസ്ലിമും അടുപ്പം കാണിക്കരുത്. കമ്മ്യൂണിസം പോലുള്ള മതനിഷേധ പ്രസ്ഥാനത്തെ എതിർത്ത് പരാജയപ്പെടുത്തലാണ് ഈ കാലഘട്ടത്തിന്റെ പുണ്യസമരം. ഈ കാലഘട്ടത്തിന്റെ പുണ്യസമരം എന്നാൽ ജിഹാദല്ലേ? ഒരു ജിഹാദ് എങ്ങനെ പിന്നെ തിരിഞ്ഞു മറിഞ്ഞു? കാലഘട്ടത്തിന്റെ പുണ്യസമരം സമത്തിൽ നിന്ന് പുറത്തു പോയപ്പോ 2006 വന്നു. 2006 വന്നപ്പോ നിങ്ങൾ ഇതേ പേന കൊണ്ടെന്താ നിങ്ങളുടെ മാസികയിൽ എഴുതിയത്? 2006 ജൂലൈയിലെ സുന്നത്ത് മാസികയിൽ ഇന്ത്യ രാജ്യത്ത് തൊഴിലാളി വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നതിൽ കവിഞ്ഞ് ഒന്നുമല്ല കമ്മ്യൂണിസം. അവർക്ക് ഭരണമുള്ള സ്ഥലത്ത് തന്നെ മതത്തിൽ ഇതുവരെ കൈകടത്തിയിട്ടില്ല. മാത്രവുമല്ല, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചപ്പോൾ മതത്തിന് ഗുണകരമായ പലതും അവർ ചെയ്തിട്ടുണ്ട്. ഈ കാരണം കൊണ്ട് മതപരമായ കമ്മ്യൂണിസത്തെ ഇവിടെ എതിർക്കേണ്ടി വരുന്നില്ല. നേരത്തെ പറഞ്ഞെന്താ? 84-ലും 85-ലും പറഞ്ഞത് സമത്വക്കകത്ത് നിൽക്കുന്ന കമ്മ്യൂണിസത്തെ തോൽപ്പിക്കൽ കാലഘട്ടത്തിന്റെ പുണ്യസമരമാണ്. സമത്വത്തിന് പുറത്തു പോയപ്പോ പറഞ്ഞതോ കമ്മ്യൂണിസ്റ്റ് നമ്മുടെ മതപരമായ ബാധ്യതയല്ല. അവർ മതമില്ലാത്ത ജീവൻ കൊണ്ട് വന്നപ്പോഴും പാഠപുസ്തക സമരത്തിന് വന്നപ്പോഴും ഒക്കെ ആദ്യം നമ്മളെ കൂടെ വന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറുവത്തൂരിലെ AE ഓഫീസ് മാർച്ചും അതുപോലെ കണ്ണൂർ ജില്ലയിലെ ചില യോഗവും തിരിച്ചടി കിട്ടിയപ്പോൾ തൽക്കാലം പാലം വലിച്ചു.
മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി എന്നവര് തൽക്കാലം പുറകോട്ട് പോയി ഞങ്ങളതിനില്ലെന്ന് പറഞ്ഞു. സ്കൂൾ സമയം മാറ്റിയപ്പോ, മതമില്ലാത്ത ജീവൻ പ്രശ്നം വന്നപ്പോ, ഇടകലർത്തി ഇരുത്തിയപ്പോ നിങ്ങൾ എന്താ ചെയ്തത്? എന്താ തങ്ങൾ ചെയ്തത്? ഞങ്ങൾക്ക് സങ്കടമുണ്ട്. പത്രക്കാർക്ക് തങ്ങൾ കൊടുത്ത പ്രസ് റിലീസ് ആയി, മഴദിന് പത്രക്കാർ കൊടുത്ത പ്രസ് റിലീസ് ഇത് കൊണ്ടുപോയി കൊടുത്ത കുട്ടികളോടുണ്ടാവുമല്ലോ. ഇവര് കൊടുത്ത എന്താ? പാഠപുസ്തക വിവാദം ഉയർത്തി പള്ളികൾ വിവാദ കേന്ദ്രങ്ങളാക്കരുതെന്നും സമരവേദിയാക്കുന്നതിനോട് യോജിപ്പില്ലെന്നും മഴദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം അൽ ഖലീൽ ബുഖാരി പറഞ്ഞു. മലപ്പുറം സ്വലാത്ത് നഗറിൽ സ്വലാത്ത് സമ്മേളനത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. പവിത്രമായ മസ്ജിദുകളും മഹല്ല് ജമാഅത്ത് കമ്മിറ്റികളും ചേരിതിരിവുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവരുത്. വെള്ളിയാഴ്ച പള്ളികളിൽ പ്രാർത്ഥനയ്ക്ക് എത്തുന്നവരിൽ വിവിധ രാഷ്ട്രീയ ചിന്താധികാരുണ്ടാവും. രാഷ്ട്രീയ പരാമർശങ്ങൾ ജുമയോടനുബന്ധിച്ചുണ്ടായാൽ അത് വിശ്വാസികൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കും. തങ്ങൾക്ക് സ്വാധീനമുള്ള പള്ളികൾ ഓരോ രാഷ്ട്രീയ പാർട്ടിമാരുടെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് ഇത്തരം പ്രചരണങ്ങൾ കാരണമായേക്കും. അള്ളാഹുവിന്റെ ഭവനമായ പള്ളികളെ രാഷ്ട്രീയ പ്രചരണ വേദിയാക്കുന്നതിൽ നിന്ന് വിശ്വാസികൾ മാറി നിൽക്കണം. ആരാധനാലയങ്ങൾ പ്രാർത്ഥനയ്ക്കുള്ളതാണ്. പള്ളിയുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറി കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് വേദിയാക്കരുത്. പാഠപുസ്തക സമരത്തിൽ ഇടതുപക്ഷത്തെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ടുള്ള പ്രസ് റിലീസ്. ജമാഅത്തുകാർ പോലും സമരത്തിനൊപ്പമുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഇവര് പിന്മാറി. പള്ളിയിൽ വെള്ളിയാഴ്ച പ്രസംഗിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ആത്മീയ സദസ്സൊരുക്കിക്കൊണ്ട് സ്വലാത്ത് സംഘടിപ്പിച്ച് ദിക്ർ സംഘടിപ്പിച്ച് 2 സ്ഥാനാർത്ഥികളെ വിളിച്ചുകൊണ്ടുവന്ന് വേദിയിലിരുത്തിയിട്ട് എൻ കൗമിയം സന്ദേശം എന്ന പേരിൽ ജനസമൂഹത്തോട് നിരീശ്വരത്വത്തിന് വോട്ട് കൊടുക്കാൻ പറയുമ്പോ നിങ്ങളോട് ചോദിക്കട്ടെ, അതിന്റെ അനിവാര്യത എന്തായിരുന്നു? നേരെ മറിച്ച് മതമില്ലാത്ത ജീവനും ഇടകലർത്തിയിരുത്തലും സ്കൂൾ സമയമാറ്റവും ഈ സമൂഹത്തിന്റെ അടിസ്ഥാന പ്രശ്നത്തിന്റെ ഭാഗമായ സന്ദർഭത്തിൽ നിങ്ങൾക്ക് പള്ളിയിൽ പ്രസംഗിക്കാൻ ഈ ആളുകളെ കൊണ്ടുവന്ന് ഇരുത്തിയ അതേ സ്വഭാവമുള്ള ആളുകൾ അതേ രാഷ്ട്രീയ പാർട്ടിയോട് കൂറ് പ്രകടിപ്പിച്ചുകൊണ്ട് അവർക്കെതിരെ പള്ളിയിൽ പറയാനുള്ള നട്ടല് പോലും കാണിച്ചില്ല. ഈ സമൂഹത്തോട് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയാണ്. എത്ര വലിയ ദാസ്യപ്പെടാൻ നിങ്ങൾ ചെയ്തത്? കേരളത്തിൽ ഒരു സംഘടനയും പറയാത്ത വാക്ക് ഇതുണ്ടോ? സിറാജ് ദിനപത്രം 2004 ഫെബ്രുവരി 7 ശനി. ഇവരാണ് 2007 പറഞ്ഞത് സമുദായ സംഘടനകളെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടതില്ല എന്നാണ് SSFന്റെ കാഴ്ചപ്പാട്. അപ്പൊ സമുദായ സംഘടനകൾ കൈകാര്യം ചെയ്യാൻ പാടില്ല, അത് മതേതര സംഘടനകളിൽ കഴിവുള്ളവർ കൈകാര്യം ചെയ്യേണ്ട വകുപ്പാണ് എന്ന് SSFന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു. അതിന്റെ അർത്ഥം മതേതര സംഘടനകളാണ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടത്. മതേതര സംഘടന കേരളത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ കിട്ടിയ ഗുണം എന്താ? അതാണ് മതമില്ലാത്ത ജീവനും അനുബന്ധ പ്രശ്നങ്ങളും നമ്മൾ ശരിക്കും അനുഭവിച്ചല്ലോ. സത്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് പോലും കൈകാര്യം ചെയ്യേണ്ടത് ആരാണ് എന്നിവർ വ്യക്തമായി തീരുമാനിച്ചു. എന്നാൽ ഇവരെ ഇതേ രീതി സ്വീകരിച്ച ജമാഅത്തുകാർക്ക് പോലും വ്യക്തമായ അഭിപ്രായമുണ്ട്. അവർ 2005 മെയിൽ അവരുടെ പത്രത്തിൽ എഴുതി, കമ്മ്യൂണിസത്തെ കുറിച്ച് നീണ്ട ലേഖനം എഴുതി ചുരുക്കത്തിൽ യുക്തിവാദികളെക്കാൾ അഗാധവും ഫലപ്രദവുമായി മതത്തെ ഉന്മൂലനം ചെയ്യാൻ പ്രതിജ്ഞാബദ്ധരാണ് മാർക്സിസ്റ്റുകൾ. മാറിയ പരിതസ്ഥിതിയിൽ മതവിശ്വാസികളുടെ വോട്ടുകൾ തേടാൻ അവർ കാണിക്കുന്ന കരണമറിച്ചിലുകൾ പുള്ളിപ്പുലിയുടെ പുള്ളി മാറ്റാൻ പര്യാപ്തമാവില്ല. എന്താ പറഞ്ഞത്? ഇവർക്കൊക്കെ കമ്മ്യൂണിസം അപകടമാണ്. ഈ പ്രസംഗം കേൾക്കുന്ന കേന്ദ്രത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം കമ്മ്യൂണിസം അപകടമാണ് മുസ്ലിങ്ങൾക്ക്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ അവരതിനെ നിഷേധിച്ചു. പക്ഷെ അവരുടെ ഹൃദയത്തിൽ അത് ഉറപ്പാണ്, സത്യമാണെന്ന് അവർക്ക് ഉറപ്പുണ്ട്. അവർ അക്രമികളായിക്കൊണ്ട് അഹന്ത നടിച്ചുകൊണ്ടും സമത്വയുടെ ആലിമികൾ അംഗീകരിച്ചൂടാ, ശംസുലമെ അംഗീകരിച്ചൂടാ, പാണക്കാട് കുടുംബത്തെ അംഗീകരിച്ചൂടാ. അതാണ് അത്തരക്കാർക്ക് എന്താ ആക്കിബത്ത് ഉണ്ടാവുക? കണ്ടല്ലോ, ചരിത്രം ആവർത്തിക്കുകയാണ്. എന്നിട്ട് ഇവർ ചെറിയൊരു കളി കളിച്ചു. എന്തൊക്കെയാ കളികള്? കണ്ണൂരിൽ സുധാകരൻ ജയിച്ചപ്പോ സുധാകരന്റെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് ഇവരെ നേതാവ് ഞങ്ങൾ നിങ്ങളെ പിന്തുണച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കൂടെ ഒരു ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുത്തു. സുധാകരൻ തന്നെ അതിനെക്കുറിച്ച് നമ്മുടെ പ്രവർത്തകരോട് വളരെ മോശമായ അഭിപ്രായം പറഞ്ഞു. കോഴിക്കോട്ട് മത്സരിച്ച UDFന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് കത്തയച്ചു. ആ കത്ത് UDFന്റെ യോഗത്തിലും MC മായനാജി ഉയർത്തിപ്പിടിച്ചു അവസാനം ചീന്തിക്കളഞ്ഞു എന്നാ പറഞ്ഞു. അപ്പൊ ആര് വിജയിച്ചോ അവന്റെ കൂടെ കൂടുന്ന ഏർപ്പാട് ഞങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത് പറയാ. എന്നിട്ട് ഇവർ ഇവിടെ സിറാജ് ദിനപത്രത്തിന്റെ 1-ാം പേജിൽ ന്യൂസ്, വളരെ പ്രധാനപ്പെട്ട ന്യൂസ് കൊടുത്തു. എന്താ ന്യൂസ് കൊടുത്തത് അറിയോ? മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് AP വിഭാഗത്തിന്റെ വോട്ടുകൾ ലഭിച്ചു കുഞ്ഞാലിക്കുട്ടി. എഴുതുന്ന ആ വാർത്തന്റെ രൂപം സിറാജിന്റെ വാർത്ത തന്നെ ഞാൻ വായിക്കും. സിറാജ് തന്നെ വായിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാന്തപുരം സുന്നികളുടെ വോട്ടുകൾ ലീഗ് സ്ഥാനാർത്ഥികൾ ലഭിച്ചുവെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ലീഗിനെതിരെ പ്രവർത്തിക്കാനുള്ള കാന്തപുരത്തിന്റെ ആഹ്വാനം അണികൾ തള്ളി എന്നാണോ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്നായിരുന്നു മറുപടി. AP വിഭാഗം സുന്നികളായ കോൺഗ്രസുകാരുടെ വോട്ടുകൾ ലീഗിന് ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് പറയുന്നു, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആലയിൽ മുസ്ലിങ്ങളെ കെട്ടാൻ ആര് വിചാരിച്ചാലും കഴിയില്ല. രാഷ്ട്രീയ കാരണങ്ങളാലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് പരാജയപ്പെട്ടത്. അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുത്തുകൊണ്ട് പലരും രംഗത്തെത്തുകയായിരുന്നു. അതെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞതായും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇതാണ് സ്റ്റേറ്റ്മെന്റ്.
ഈ സ്റ്റേറ്റ്മെന്റ് ശരിയായ രൂപം മാതൃഭൂമി, അതേ ദിവസത്തെ മാതൃഭൂമി, ഈ ഡേറ്റ് മാതൃഭൂമി 2009 മെയ് 17 തെരഞ്ഞെടുപ്പിന് പിറ്റേ ദിവസം മാതൃഭൂമി കൊടുത്ത എങ്ങനെയാ? മതവിശ്വാസികൾ കമ്മ്യൂണിസ്റ്റ് ചേരിയിലേക്ക് പോകണമെന്ന് ഏത് മതനേതാവ് ആഹ്വാനം ചെയ്താലും വിശ്വാസികൾ അനുസരിക്കുകയില്ലെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയുടെ നിലപാടിനെ വ്യംഗ്യമായി സൂചിപ്പിച്ചുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അപ്പൊ പറഞ്ഞെന്താ? കാന്തപുരത്തിന്റെ ആഹ്വാനം അദ്ദേഹത്തിന്റെ അണികൾ പോലും തള്ളിക്കളഞ്ഞു. അത് പരസ്യമല്ലേ? ഇവര് തന്നെ ഗൾഫ് ന്യൂസാണ്, മലയാളം ന്യൂസ് പത്രത്തിൽ കണ്ടോ ഇവര് പിന്തുണച്ച സ്ഥാനാർത്ഥികൾ? ഞാൻ വായിക്കാൻ ന്യൂസ് നോക്കൂ നിങ്ങൾ. കോഴിക്കോട് തെരഞ്ഞെടുപ്പിൽ കാന്തപുരം വിഭാഗം സുന്നികൾ സ്വീകരിക്കേണ്ട നിലപാടിനെ കുറിച്ച് സംഘടനയുടെ നെറ്റ്വർക്ക് മുഖേന നേതാക്കൾ അണികൾക്ക് നിർദ്ദേശം നൽകി. കോഴിക്കോട് ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസിന്, മലപ്പുറത്ത് DK ഹംസക്ക്, പൊന്നാനി ഡോക്ടർ ഹുസൈൻ എണ്ണത്താണിക്ക്, കൂടുതൽ വയനാട്ടിൽ യൂണിവേഴ്സ് സ്ഥാനാർത്ഥി ഷാനവാസിന് ഇവർക്കാണ് പിന്തുണ. തിരുവനന്തപുരത്തും എറണാകുളത്തും ഇടത് സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകാൻ ധാരണയായിട്ടുണ്ട്. ഇതിനിപ്പോ എന്താ സംഭവിച്ചത്? ഇവര് പിന്തുണച്ച പ്രധാന സ്ഥാനാർത്ഥികളാണ് മലപ്പുറം പാർലമെന്റ് നിയോജകമണ്ഡലത്തിലിടത്, പൊന്നാനിയിലിടത്, കോഴിക്കോട്ടിടത്, മൂന്നാളും തോറ്റു ഭംഗിയായി. എന്നിട്ട് അവർ വയനാട് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു. വയനാട് സ്ഥാനാർത്ഥി കിട്ടിയ വോട്ട് കിട്ടുകയാണ് തന്നെ തൊട്ടപ്പുറത്ത് മുരളി പിടിച്ച വോട്ട് എവിടുന്നാ പോയത്? അതില്ലായിരുന്നുവെങ്കിൽ ചിത്രം മാറുമായിരുന്നല്ലോ. മാത്രമല്ല, ആ ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രം ഇവരുടെ വോട്ട് കൊണ്ട് ജയിക്കാൻ കഴിഞ്ഞെന്ന് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. ബാക്കിയുള്ളവർ മുഴുവൻ തോറ്റപ്പോൾ അവരുടെ ഇഫക്റ്റ് അല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവർ ആർക്കൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചോ അതൊന്നും സമൂഹം വിലക്കെടുത്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന രേഖകൾ അവർ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇനി നാളെ സ്വലാത്ത് നടത്തിയിട്ട് പറയരുത് ഞങ്ങൾ ആർക്കും വോട്ട് ചെയ്യാൻ ഷെയ്ഖുന പറഞ്ഞിട്ടില്ല, ഷെയ്ഖുന പറഞ്ഞാൽ ചിത്രം മാറുമായിരുന്നു പറയരുത്. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോ ആ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ആഘോഷിക്കാൻ വേണ്ടി ആളുകളെ കേന്ദ്രത്തിലേക്ക് വിളിച്ചു വരുത്തി ചാനലുകൾ വിളിച്ച് വെളുക്ക ചിരിച്ചു നിന്നിരുന്നല്ലോ നിങ്ങൾ. ഇപ്പൊ നിങ്ങളെ ദൃശ്യമാധ്യമത്തിൽ കാണാനില്ലല്ലോ, ഒരു സ്റ്റേറ്റ്മെന്റ് പോലും കൊടുക്കാനില്ലല്ലോ. നിങ്ങൾ എവിടെ പോയി? അതാ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. സമത്വ കേരള ജംഇയ്യത്തുൽ നയമല്ല ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. തെരഞ്ഞെടുപ്പ് ഇനിയും വരും, ചിലപ്പോൾ ജയിക്കും, പരാജയപ്പെടും. പക്ഷെ ഞങ്ങൾക്കൊരു താല്പര്യമുണ്ട്, പാണക്കാട് സയ്യിദ് കുടുംബത്തിന്റെയും ആത്മീയതയുടെയും മഹിതമായ പാരമ്പര്യം ഇവിടെ സംരക്ഷിക്കണം. ആ പാരമ്പര്യ സംരക്ഷണത്തിന് വിരുദ്ധമായ പ്രവർത്തനം ആര് നടത്തിയാലും അതിനെ പിടിച്ചുകെട്ടാൻ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ സജ്ജമാണ്. ആ പാരമ്പര്യത്തിന് വ്യതിരിച്ചു പോകണ്ട. പോലീസുകാർ ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ എന്തിനാ അവിടെ കൊണ്ട് യോഗം നടത്തും? ഞങ്ങൾ പറഞ്ഞു ആത്മീയതയെ ചൂഷണം ചെയ്തു സ്വലാത്ത് ദിക്ർ എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾക്ക് അതിലൊരു ആവേശമുണ്ട്, അതിലൊരു വലിയ താല്പര്യമുണ്ട്. മാത്രമല്ല ബഹുമാനപ്പെട്ട സയ്യിദന്മാർ എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾക്കിടയിൽ വലിയൊരു താല്പര്യമുണ്ട്. നിങ്ങൾക്കറിയില്ലേ സമത്വയുടെ പാരമ്പര്യം? മഹാനായ സയ്യിദ് ഇമാം ബാഫഖി തങ്ങൾ 1945 കാര്യവട്ടത്ത് വെച്ച് തന്റെ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗത്തിലൂടെയാണ് വിദ്യാഭ്യാസ ബോർഡിന് ജന്മം കൊടുക്കാനുള്ള ആഹ്വാനം കൊടുക്കുന്നത്. ആ ആഹ്വാനമാണ് 1951 വടകരയിൽ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകർ പ്രാവർത്തികമാക്കുന്നത്. ആ മഹാനായ ബാഫഖി തങ്ങൾ, ആ ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളെ സമൂഹത്തിന് മറക്കാൻ കഴിയില്ല. എന്നതുപോലെ പാണക്കാട് സയ്യിദ് പൂക്കോയ തങ്ങൾ 1968 ഓഗസ്റ്റ് 25 മുതൽ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായ പാണക്കാട് പൂക്കോയ തങ്ങൾ, ആ മഹാനായ പൂക്കോയ തങ്ങൾ സമത്വയുടെ നേരത്തെയുള്ള പ്രവർത്തകന. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിഭാഗീയത വന്നപ്പോൾ 1966 ഏപ്രിൽ 3-ാം തീയതി കോഴിക്കോട് കുറ്റിച്ചിറയിൽ നടന്നൊരു മഹാസമ്മേളനത്തിൽ സമത്വക്കെതിരെ രംഗത്ത് വന്ന അഖിലയെ കുറിച്ച് അഖിലെ എന്ന് പറഞ്ഞ പാണക്കാട് പൂക്കോയ തങ്ങളുടെ വാക്ക് സമൂഹം സ്വീകരിച്ചു. ആ സംഘടന പിരിച്ചുവിടാൻ പോലും ആളില്ലാത്ത വിധം അസ്തമിച്ചു. സത്യത്തിൽ നിങ്ങൾ നോക്ക്, ആ പാരമ്പര്യമുള്ള സയ്യിദ് കുടുംബമാണ് കേരളത്തിലെ മുസ്ലിമീങ്ങളെ നയിച്ചത്. ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, സ്വലാത്താവാം, ദിക്റാവാം, എല്ലാ പ്രവർത്തനവും നിങ്ങൾ നടത്തിക്കോ. പക്ഷേ നാരിയത്ത് സ്വലാത്ത് 444 നിയത്ത് ചെയ്തിട്ട് ഇന്ന സ്ഥാനത്ത് തോൽക്കണമെന്ന് ദുആ ചെയ്യാൻ. സ്വപ്നം കണ്ടിട്ട് ഇന്നാണ് തോറ്റു എന്ന് പറയരുത്. റഹ്മാൻ സൂചിപ്പിച്ചല്ലോ, സമത്വയുടെ ആലിമീങ്ങളുടെ സമ്മതമില്ല, ഇനി നിങ്ങൾ ആരും സ്വപ്നം കാണണ്ട. ആ രീതിയിലാണ് സംഗതി. ജയിക്കുമെന്ന് 100% ഉറപ്പാ നമ്മുടെ നിയമപാലകർക്ക് പോലും. അതുകൊണ്ടാണല്ലോ ചരിത്രത്തിൽ ആദ്യമായി പത്രത്തിൽ ഒരു ന്യൂസ് വന്ന് നിങ്ങൾ കണ്ടോ, ജയിച്ചോര് മാത്രമേ ആഹ്ലാദ പ്രകടനം നടത്താൻ പാടുള്ളൂ. എന്താ പറഞ്ഞതിനർത്ഥം? എന്താണ് എന്റെ വായന? 2 മണ്ഡലങ്ങളാ, മലപ്പുറം പൊന്നാനി. പൊന്നാനിയിൽ മുസ്ലിം ലീഗ് തോൽക്കും, ഇവിടെ മുസ്ലിം ലീഗ് ജയിക്കും. അപ്പൊ ഇവിടെ ജയിച്ചതിന്റെ പേരിൽ ഇവിടെ പ്രകടനം ഉണ്ടാവും. അതുപോലെ തന്നെ പൊന്നാനിയിൽ അവർ ജയിച്ചതിന്റെ പേരിൽ അവരിവിടെ പ്രകടനം നടത്തും. എന്നതുപോലെ പൊന്നാനിയിൽ തിരിച്ചുണ്ടാവും. 2 മണ്ഡലത്തിൽ മാറി മാറി ചിലപ്പോൾ ജയിച്ചവരാരോ അവർ മാത്രം പ്രകടനം നടത്തുക. പോലീസ് നിർദ്ദേശം, ചരിത്രത്തിൽ അങ്ങനെ നിർദ്ദേശം ഉണ്ടായില്ല. അതിനർത്ഥം എന്താ? നിരീക്ഷകർ മുഴുവൻ പറഞ്ഞു പൊന്നാനി പരാജയപ്പെടും, കാരണം എന്താ? കാന്തപുരത്തിന്റെ സ്ഥാനാർത്ഥിയാണ്. പക്ഷെ ഇയാൾ ഈ കൗമിനെ ഇതുപോലെ കുളത്തിലിറക്കുന്ന ജനങ്ങൾ അറിയോ? എല്ലാ നിരീക്ഷണങ്ങളും തകിടം മറിച്ചുകൊണ്ടല്ലേ അത്ഭുതം സംഭവിച്ചത്. ഇവർ ചെയ്ത പ്രവർത്തനം ഞാൻ നേരത്തെ പറഞ്ഞ ബഹുമാനായ പാണക്കാട് പൂക്കോയ തങ്ങൾ. ഒരു കാര്യം ഞാൻ പറയാം, രാഷ്ട്രീയമായി ഞങ്ങളൊന്നും ഇടപെടുന്നില്ല. പക്ഷെ ഒരു കാര്യം, 1978
ഹൈദരാബാദ് ആക്ഷൻ കാലത്ത് പാണക്കാട്ടെ പൂക്കോയത്തങ്ങൾ തോളത്ത് വെച്ച ഒരു പച്ചക്കൊടി സംരക്ഷിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരന്റെ ജയിലിൽ കോഴിക്കോട്ട് പോയി 17 ദിവസം കിടന്ന് പിഞ്ചു മക്കളെ വീട്ടിലിട്ട് യാതന അനുഭവിച്ച പാണക്കാട്ടെ പൂക്കോയത്തങ്ങളുടെ അംഗീകാരമുള്ള സമൂഹത്തിന്റെ കയ്യിൽ നിന്ന് ആ പച്ചക്കൊടിക്കെതിരെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ്